Welcome to another video. Plus 2 Political Science. Politics in India since Independence. എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ 6 ദി ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് എമർജൻസി? എന്താണ് എമർജൻസി എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. ദർ വർ 3 types of emergencies included in the Constitution of India: the national emergency and the state emergency, and the final one is a financial emergency. We have discussed all these emergencies in detail in our part 1 video. മറ്റൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി, അല്ലെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി, അല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുണ്ടായ കാരണങ്ങൾ. അപ്പോൾ there were many causes. We have discussed only 3 causes in our first video. That is economic causes, and another one is a railway strike of 1974, and the final one is corruption. അപ്പോൾ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി, അല്ലെങ്കിൽ എമർജൻസി ഇന്ത്യയിൽ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. അതിലൊന്ന് സാമ്പത്തിക കാരണമായിരുന്നു, മറ്റൊന്ന് 1974 റെയിൽവേ പണിമുടക്ക്, അതോടൊപ്പം തന്നെ അഴിമതി. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്നത്തെ ടോപ്പിക്കുകൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ദ ബാലൻസ് ഓഫ് കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി. എമർജൻസി ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ, മറ്റുള്ള സാഹചര്യങ്ങൾ, അതുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതിൽ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്, അതായത് ജനകീയ സമരങ്ങൾ, അതേപോലെ രാഷ്ട്രീയ സമരങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പിന്നീട് മൂവ്മെൻറ്റ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ, ഗുജറാത്തിലെയും ബീഹാറിലെയും ജനകീയ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ്. അതോടൊപ്പം തന്നെ ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേം കൂടി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ചർച്ച ചെയ്യും. പിന്നീട് ലാസ്റ്റ് കോസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി, അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസിയിൽ നമ്മുടെ നാലാമത്തെ കോസായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ജനകീയ സമരങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ. അതിലേക്ക് നമുക്ക് കടക്കാം. ദ നോൺ കോൺഗ്രസ് ഓപ്പോസിഷൻ പാർട്ടീസ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ്. അപ്പോൾ ഏതെല്ലാം വിഭാഗക്കാർ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ദ നോൺ കോൺഗ്രസ് ഓപ്പോസിഷൻ പാർട്ടീസ് ദ ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം തന്നെ ഗവൺമെൻറ്റിന് എതിരെ പ്രതിഷേധവുമായിട്ട് മുമ്പിട്ട് ഇറങ്ങി. മറ്റൊന്ന് ദ മാർക്സിസ്റ്റ് വിഭാഗക്കാർ, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ ലെനിനിസ്റ്റുകൾ. ഇവരെല്ലാം തന്നെ ഇടതുപക്ഷ ചിന്താഗതിയിൽ അല്പം തീവ്ര നിലപാട് എടുക്കുന്ന വിഭാഗക്കാരാണ്. അതായത് അവർ ആംഡ് സ്ട്രഗിൾസ്, അല്ലെങ്കിൽ സായുധ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്ന വിഭാഗക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ മാർക്സിസ്റ്റുകാരുടെയും ലെനിനിസ്റ്റുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ സായുധ കലാപങ്ങളും അല്ലെങ്കിൽ സായുധ സംഘർഷങ്ങളും അരങ്ങേറി ഇന്ത്യയിൽ. മറ്റൊന്ന് ദ അജിറ്റേഷൻ ഓഫ് സ്റ്റുഡൻസ്, അതായിരുന്നു സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പോരാട്ടങ്ങൾ. ദി സ്റ്റാർട്ടഡ് വയലന്റ് പ്രൊട്ടസ്റ്റ്. ഈ സ്റ്റുഡൻസും സായുധ സമരങ്ങൾ ഇല്ലെങ്കിൽ അക്രമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരങ്ങളായിരുന്നു നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും അൺറസ്റ്റ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴിലാളികൾ, പിന്നീട് കർഷകർ, ഇങ്ങനെ ഒരുപാട് വിഭാഗക്കാർ ഗവൺമെൻറ്റിനെതിരെ അന്ന് സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പോപ്പുലർ ആൻഡ് പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് മൂവ്മെൻറ്റ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ, ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ്.
അതാണ് അടുത്ത കോഴ്സായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമ്മൾ ഗുജറാത്തിൻ്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യുകയാണ്. സ്റ്റുഡൻസ് ഓഫ് ഗുജറാത്ത് സ്റ്റാർട്ടഡ് അജിറ്റേഷൻ ഇൻ 1974 എഗെയിൻസ്റ്റ് കറപ്ഷൻ, റൈസിംഗ് പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എക്സെട്ര. അപ്പോൾ ഗുജറാത്തിൽ ഈ സമരം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗവൺമെൻറ്റിനെതിരെയുള്ള സമരം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിരുന്നു. ദിസ് സ്റ്റാർട്ടഡ് അജിറ്റേഷൻ ഇൻ 1974. 1974 ഈ ഗുജറാത്തിലെ സ്റ്റുഡൻസ് സമരങ്ങളിൽ ഏർപ്പെടുന്നു. അവരുടെ ചില കാരണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവർ സമരത്തിന് ഇറങ്ങിയത്. അത് കറപ്ഷൻ, അഴിമതി, അതിനെതിരെ അവർ സമരം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റൈസിംഗ് പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ അവർ സമരം ചെയ്യുന്നു. അങ്ങനെ സ്റ്റുഡൻസാണ് ആദ്യമായിട്ട് ഗുജറാത്തിൽ ഇങ്ങനെയൊരു സമരം മുന്നിട്ട് ഇറങ്ങുന്നത്. ഇതേ തുടർന്ന് ഓൾ ദ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ജോയിൻഡ് ദ അജിറ്റേഷൻ. എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഈ സ്റ്റുഡൻസിൻ്റെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സമരത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. ഗ്രാജുവലി ദ അജിറ്റേഷൻ ടേൺഡ് വയലൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു തരത്തിലേക്ക് നീങ്ങുന്നു, ഇല്ലെങ്കിൽ വയലൻസിലേക്ക് ഈ സമരങ്ങൾ എല്ലാം തന്നെ നീങ്ങുന്നു. Consequently, the Legislative Assembly was dissolved and President's role was imposed. അങ്ങനെ ഗുജറാത്ത് അസംബ്ലി പിരിച്ചുവിടുകയും ഗുജറാത്തിൽ പ്രസിഡൻസ് റൂൾ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രസിഡൻസ് റൂളിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ പ്രസിഡൻസ് റൂൾ വാസ് ഇമ്പോസ്ഡ് ഇൻ ഗുജറാത്ത്. അങ്ങനെ ഗുജറാത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടുകയും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇതിനെതിരെയും പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമരം നടത്തുന്നു. ദ ഓപ്പോസിഷൻ പാർട്ടീസ് ഡിമാൻഡഡ് ഇമ്മീഡിയറ്റ് ഇലക്ഷൻ. അങ്ങനെ പ്രസിഡന്റ് ഭരണവുമായിട്ട് ഗുജറാത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകണ്ട, പകരം ദേ ഡിമാൻഡഡ് ഇമ്മീഡിയറ്റ് ഇലക്ഷൻ. വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷൻ നടപ്പിലാക്കണം, അല്ലെങ്കിൽ നടത്തണം എന്ന ഡിമാൻഡ് പ്രതിപക്ഷ പാർട്ടികൾ മുമ്പോട്ട് വയ്ക്കുന്നു. Morarji Desai declared that he will start fast and to death if fresh election was not held in Gujarat. ഗുജറാത്തിൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല എങ്കിൽ അദ്ദേഹം മരണം വരെയും സമരം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ്, മൊറാർജി ദേശായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അണ്ടർ ഇൻറ്റൻസ് പ്രഷർ ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ ഗുജറാത്ത് ബട്ട് കോൺഗ്രസ് വാസ് ഡിഫീറ്റഡ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഗുജറാത്തിൽ ഇലക്ഷൻ നടത്തുന്നു. എന്നാൽ ആ ഇലക്ഷനിൽ കോൺഗ്രസ് വാസ് ഡിഫീറ്റഡ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടെ തകർന്ന് അടിയുന്നു. ഇതാണ് ഗുജറാത്തിലെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. വൻ ജനകീയ പിന്തുണ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടായ ഒരു സമരമായിരുന്നു ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ കണ്ടത്. ഇനി അടുത്ത നമുക്ക് ബീഹാറിൻ്റെ മൂവ്മെൻറ്റ്സിലേക്ക് നമുക്കൊന്ന് കടക്കാം. അവിടെയും ഗുജറാത്തിലെ പോലെ തന്നെ ബീഹാറിലും സ്റ്റുഡൻസ് തന്നെയായിരുന്നു ഈ പോരാട്ടം ആരംഭിക്കുന്നത്. സ്റ്റുഡൻറ്റ് അജിറ്റേഷൻ സ്റ്റാർട്ടഡ് അഗെയിൻസ്റ്റ് കറപ്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ബീഹാർ ഓൾസോ ഇൻ 1974. 1974 തന്നെ ബീഹാറിലും അഴിമതിക്കെതിരെയും അൺഎംപ്ലോയ്മെൻറ്റിനെതിരെയും, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ അജിറ്റേഷനുകൾ ഉണ്ടാകുന്നു. ഇവിടെ ഒരു പുതിയ വഴിത്തിരിവുണ്ടായത്, ബീഹാറിലൊരു പുതിയ വഴിത്തിരിവുണ്ടായത്, ദി സ്റ്റുഡൻസ് ഓഫ് ബീഹാർ ഇൻവൈറ്റഡ് ജയപ്രകാശ് നാരായൺ ടു ടേക്ക് ദ ലീഡർഷിപ്പ് ഓഫ് ദി അജിറ്റേഷൻ. ഈ സമരത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു നേതാവായിരുന്നു ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദ സ്റ്റുഡൻസ് ഇൻവൈറ്റഡ് ജയപ്രകാശ് നാരായൺ ടു ടേക്ക് ദ ലീഡർഷിപ്പ് ഓഫ് ദി അജിറ്റേഷൻ. അപ്പോൾ ജയപ്രകാശ് നാരായൺ ഹീ പുട്ട് ഫോർവേഡ് 2 ഡിമാൻഡ്സ് ബിഫോർ ദ സ്റ്റുഡൻസ്. അദ്ദേഹം 2 ഡിമാൻഡുകൾ സ്റ്റുഡൻസിന് മുമ്പിൽ വയ്ക്കുന്നു. ആ ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് ആ സമരത്തിന് നേതൃത്വം നൽകാമെന്ന് അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ദ സ്ട്രഗിൾ ഷുഡ് ബി നോൺ വയലൻറ്റ്. ആ സമരം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ സമരം എന്ന് പറയുന്നത് നോൺ വയലൻറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ വയലൻസിൽ അധിഷ്ഠിതമായിരിക്കണം, അല്ലെങ്കിൽ അക്രമരാഹിത്യത്തിൽ അധിഷ്ഠിതം ആയിരിക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഡിമാൻഡ്. സെക്കൻഡ് ഡിമാൻഡ് വാസ് the agitation should be spread to other parts of the country. It should not be concentrated in Bihar itself.
It should be spread to almost all the other parts of India also. അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് ബീഹാറിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, മറിച്ച് ഈ സമരം ഇറ്റ് ഷുഡ് ബി സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദി കൺട്രി, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിക്കണം. ഇങ്ങനെ 2 ഡിമാൻഡുകൾ ഇദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നു. ജയപ്രകാശ് നാരായൺ അങ്ങനെ അദ്ദേഹം ഈ സമരത്തിൻ്റെ മുന്നണിയിലേക്ക് വരികയാണ്. ഇനി ആരായിരുന്നു ജയപ്രകാശ് നാരായൺ? ജയപ്രകാശ് നാരായൺ വാസ് എ ഫ്രീഡം ഫൈറ്റർ. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആൻഡ് സോഷ്യലിസ്റ്റ് ലീഡർ. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് നേതാവും ആയിരുന്നു. പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ് ബിഗാൻ ടു ജോയിൻ ദിസ് മൂവ്മെൻറ്റ്. അപ്പോൾ ജയപ്രകാശ് നാരായൺ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള വ്യക്തികളും അല്ലെങ്കിൽ ജനങ്ങളും ഈ ഒരു സമരത്തോട് സമരസപ്പെടുകയാണ്, ഇല്ലെങ്കിൽ അതിനോട് യോജിച്ച് പ്രവർത്തിക്കുകയാണ്. ജയപ്രകാശ് നാരായൺ ഡിമാൻഡഡ് ദ ഡിസ്മിസൽ ഓഫ് കോൺഗ്രസ് ഗവൺമെൻറ് ഇൻ ബീഹാർ. ബീഹാറിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ പിരിച്ചുവിടണം എന്ന് നമ്മുടെ ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്യുന്നു. ഹീ കോൾഡ് ഫോർ എ ടോട്ടൽ റെവല്യൂഷൻ. അദ്ദേഹം ഒരു സമ്പൂർണ്ണ വിപ്ലവം അതിന് ആഹ്വാനം ചെയ്യുകയാണ്. ഹീ കോൾഡ് ഫോർ എ ടോട്ടൽ റെവല്യൂഷൻ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഈ ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്, പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജയപ്രകാശ് നാരായൺ കോൾഡ് ഫോർ എ ടോട്ടൽ റെവല്യൂഷൻ ഇൻ ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പിയേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ട്രൂ ഡെമോക്രസി. അപ്പോൾ സോഷ്യൽ മേഖലയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിൽ, എക്കണോമിക് മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ, പൊളിറ്റിക്കൽ സ്പിയർ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ, അങ്ങനെ സമസ്ത മേഖലകളിലും ടോട്ടൽ റെവല്യൂഷൻ ഉണ്ടാകണം എന്ന് അദ്ദേഹം, അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ടു എസ്റ്റാബ്ലിഷ് ട്രൂ ഡെമോക്രസി, യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ സമ്പൂർണ്ണ വിപ്ലവം ഉണ്ടാകണം എന്ന് ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്യുന്നു. ഇൻ സർട്ടൻ പ്ലേസസ് ദ അജിറ്റേഷൻ ബിക്കെയിം വയലൻറ്റ്. അപ്പോൾ ജയപ്രകാശ് നാരായണൻ്റെ ഡിമാൻഡ് ആദ്യം നമ്മളൊന്ന് ഓർക്കുക. അദ്ദേഹം പറഞ്ഞു ദ സ്ട്രഗിൾ ഷുഡ് ബി നോൺ വയലൻറ്റ്. പക്ഷേ ഇൻ മെനി പാർട്സ് ഓഫ് ദി കൺട്രി ദ അജിറ്റേഷൻ ബിക്കെയിം വയലൻറ്റ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അജിറ്റേഷൻ വയലൻ്റ് ആകുന്നു, ഇല്ലെങ്കിൽ അക്രമത്തിലേക്ക് നീങ്ങുന്നു. ഹൗവർ ദ ബീഹാർ ഗവൺമെൻറ് റെഫ്യൂസ് ടു റിസൈൻ. എന്നിരുന്നാൽ തന്നെയും ബീഹാറിലെ ഗവൺമെൻറ് രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. ജയപ്രകാശ് നാരായൺ സ്പോക്ക് ടു ദ പീപ്പിൾ അബൌട്ട് ദ ആൻറ്റി ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഇന്ദിരാഗാന്ധി. ജയപ്രകാശ് നാരായൺ ഇന്ത്യ മൊത്തവും യാത്ര ചെയ്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് സ്പോക്ക് ടു ദ പീപ്പിൾ അബൌട്ട് ദ ആൻറ്റി ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ ലംഘനങ്ങളെപ്പറ്റി അദ്ദേഹം ഘോരം പ്രസംഗിക്കുന്നു. ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ജയപ്രകാശ് നാരായൺ. ദ അജിറ്റേഷൻ ബിഗാൻ ടു ഇൻഫ്ലുവൻസ് നാഷണൽ പോളിറ്റിക്സ്. അങ്ങനെ ഈ സമരം എന്ന് പറയുന്നത് ഇറ്റ് ബിഗാൻ ടു ഇൻഫ്ലുവൻസ് നാഷണൽ പോളിറ്റിക്സ്, ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ആരംഭിക്കുന്നു. The JP movement got the support of all non-Congress opposition parties. അപ്പോൾ എല്ലാ non-Congress opposition parties അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളും ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റിനോട് പിന്തുണ അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. They projected ജയപ്രകാശ് നാരായൺ ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്ക് ഒരു ബദൽ ആയിട്ട് ജയപ്രകാശ് നാരായണനെ മുമ്പോട്ട് നിർത്തുകയാണ് മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. ഇനി ഇവിടെ ഇന്ദിരാഗാന്ധിക്ക് ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ബിലീവ്ഡ് ദാറ്റ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് JP മൂവ്മെൻറ്റ് വാസ് നത്തിങ് ബട്ട് പേഴ്സണൽ എനിമിറ്റി ടുവേർഡ്സ് ഹർ. ഇപ്പോൾ ഇന്ദിരാഗാന്ധി മനസ്സിലാക്കുന്നത് ഈ ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ചേതോവികാരം എന്ന് പറയുന്നത് പേഴ്സണൽ എനിമിറ്റി ടുവേർഡ്സ് ഹർ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പേഴ്സണൽ എനിമിറ്റി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ശത്രുത മാത്രമാണ് ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റിന് ഉള്ളത് എന്ന് ഇന്ദിരാഗാന്ധി തെറ്റിദ്ധരിക്കുന്നു.
ഇനി അടുത്ത കാരണമാണ് കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി, അല്ലെങ്കിൽ ജുഡീഷ്യറിയുമായിട്ടുള്ള അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത്. There were many occasions that the government of India and the Supreme Court of India locked horns each other. അപ്പോൾ ഇന്ദിരാഗാന്ധിയും അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയും പല അവസരങ്ങളിലും കൊമ്പുകോർക്കുകയുണ്ടായി. The government was in constant conflict with the judiciary mainly because of the following reasons. അപ്പോൾ താഴെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ നമ്മുടെ ജുഡീഷ്യറിയും ഗവൺമെൻറ്റും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് രൂക്ഷതയേകി എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ കാരണങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് വെദർ പാർലമെൻറ്റ് ക്യാൻ റെസ്ട്രിക്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ജുഡീഷ്യറിയും ഗവൺമെൻറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വെദർ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ റെസ്ട്രിക്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യൻ പാർലമെൻറ്റിന് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വെദർ പാർലമെൻറ്റ് ക്യാൻ റെസ്ട്രിക്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങളിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുമോ? ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ കോടതിയുടെ മറുപടി അല്ലെങ്കിൽ കോടതിയുടെ ഡിസിഷൻ, ദ ഡിസിഷൻ ഓഫ് ദി കോർട്ട് വാസ് ദാറ്റ് ദ പാർലമെൻറ്റ് ഹാഡ് നോ റൈറ്റ് ടു ഡു സോ. പാർലമെൻറ്റിന് അങ്ങനെ ഒരു അവകാശം ഇല്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത്. ദ പാർലമെൻറ്റ് ഹാസ് നോ റൈറ്റ് ടു റെസ്ട്രിക്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായിരുന്നു കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വെദർ പാർലമെൻറ്റ് ക്യാൻ കർട്ടെയിൽ ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ സ്വത്തവകാശം ഭരണഘടനാ ഭേദഗതിയിലൂടെ ലംഘിക്കാൻ ഇല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പാർലമെൻറ്റിന് കഴിയുമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വെദർ പാർലമെൻറ്റ് ക്യാൻ കർട്ടെയിൽ ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ കോടതിയുടെ തീരുമാനം എന്താണെന്ന് നോക്കാം. ദ കോർട്ട് റിജക്റ്റഡ് ദിസ് കോൺസെപ്റ്റ് ഓൾസോ. അപ്പോൾ കോടതി ഇതിനെയും പാർലമെൻറ്റിന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ്. അപ്പോൾ പാർലമെൻറ്റിന് റൈറ്റ് ടു പ്രോപ്പർട്ടി കർട്ടെയിൽ ചെയ്യാനുള്ള അവകാശം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇല്ല എന്ന് കോടതി തീരുമാനിക്കുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നോക്കാം. പാർലമെൻറ്റ് അമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ saying that it can abridge fundamental rights for giving effect to directive principles. അതായത് പാർലമെൻറ്റ് അമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നു, saying that it can abridge fundamental rights for giving effect to directive principles. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളിൽ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താം ഫോർ ഗിവിങ് ഇഫക്റ്റ് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് നിർദ്ദേശക തത്വങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മൗലിക അവകാശങ്ങളിൽ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാർലമെൻറ്റിന് ഭരണഘടനാ ഭേദഗതി നടത്താം എന്ന് പാർലമെൻറ്റ് പറയുന്നു. ദ കോർട്ട് റിജക്റ്റഡ് ദിസ് ഓൾസോ. ഇതും കോടതി നിരാകരിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിലേക്ക് നമുക്ക് കടക്കാം. ഇൻ ദ വേർഡിക്റ്റ് ഓഫ് കേശവാനന്ദ ഭാരതി കേസ്, ദ സുപ്രീം കോർട്ട് ഡിക്ലെയർഡ് ദാറ്റ് പാർലമെൻറ്റ് cannot amend the basic structure of the constitution. Keshwananda Bharati case is a very, very important case relating to the constitutional amendment of India. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്നറിയപ്പെടുന്ന കേസെന്ന് പറയുന്നത്. ഈ കേശവാനന്ദ ഭാരതി കേസിലെ വിധിയിൽ കോടതി പറഞ്ഞത് ദ പാർലമെൻറ്റ് cannot amend the basic structure of the constitution. അതായത് ഭരണഘടനയുടെ മൗലിക ഘടന, അതിന് മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്നാണ്
സുപ്രീം കോടതിയുടെ വിധിയെന്ന് പറയുന്നത്. അത് കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ഈ വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. ഇന്നും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിധിയാണ് ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിലെ വിധി എന്ന് പറയുന്നത്. ലോ സ്റ്റുഡൻസും കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർട്സും എല്ലാം ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു പ്രമാദമായിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസെന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ 1-2 കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കർണാടക ബോർഡറിലുള്ള കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠം ആ മഠത്തിൻ്റെ സ്ഥാനപതിയായിരുന്നു കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കർണാടകയുമായിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിന്. ഹി ഫോളോഡ് അദ്വൈത വേദാന്തം എന്ന ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു തത്വചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സന്യാസ സമൂഹത്തിൻ്റെ അധ്യക്ഷനായിരുന്നു കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത്. അപ്പോൾ ശങ്കരാചാര്യരുടെയൊക്കെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന സ്വാമി. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കേരളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിന് എതിരെ ഫയൽ ചെയ്ത ഒരു കേസായിരുന്നു കേശവാനന്ദ ഭാരതി കേസെന്ന് പറയുന്നത്. അതിൻ്റെ വിധി പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. അതിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ദ കോർട്ട് ഓർ ദ പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റിമറിക്കാനായിട്ട് പാർലമെൻറ്റിന് അർഹതയില്ല, അധികാരമില്ല എന്ന വിധിയായിരുന്നു നമ്മുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കേരളവും ഒരു ഭാഗവാക്കായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഈ കഴിഞ്ഞ 2020 സെപ്റ്റംബർ 6-ാം തീയതിയാണ് കേശവാനന്ദ ഭാരതി മരണപ്പെടുന്നത്. അന്ന് ഈ കേശവാനന്ദ ഭാരതി കേസ് എല്ലാം വളരെ വിശദമായ രീതിയിൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇടനീർ മഠം എന്ന് പറയുന്നത്. ഇനി ജുഡീഷ്യറിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. In 1972 വേക്കൻസി arose for the post of ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. 1972 നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പദവി ഒഴിവ് വരുന്നു. The normal practice was to appoint the senior most judge as the chief justice. അപ്പോൾ അന്നേ വരെയുള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് the senior most judge of the Supreme Court will be appointed as the Chief Justice of India എന്നുള്ളതായിരുന്നു അന്നേ വരെയുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനം ഒഴിവ് വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ജഡ്ജിയെ ആ സ്ഥാനത്തേക്ക് പോസ്റ്റ് ചെയ്യും, നിയമിക്കപ്പെടും. ഇതായിരുന്നു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ തിരിച്ചൊരു സംഭവവികാസം ഉണ്ടാകുന്നു. ബട്ട് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ജസ്റ്റിസ് A.N. Ray സൂപ്പർസീഡിങ് ദ സീനിയോറിറ്റി ഓഫ് 3 ജഡ്ജസ്. അപ്പോൾ 3 ജഡ്ജിമാരുടെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് ജസ്റ്റിസ് A.N. Ray എന്ന് പറയുന്ന ജസ്റ്റിസിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് സ്ഥാനക്കയറ്റം നൽകുന്നു. ദിസ് ഓൾസോ റേസ്ഡ് കോൺട്രവേഴ്സി. ഈ ഒരു തീരുമാനവും വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. അപ്പോൾ ഇതാണ് കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾ ദ കോസസ് ദാറ്റ് ലെഡ് ടു ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ. നമ്മൾ ആ എമർജൻസി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ കാരണങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിലുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ലെറ്റ്സ് മീറ്റ് അഗെയിൻ വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.